ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടേസ്റ്റി ഫുഡ്സിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഓഷ്യാനിക് പുഡിംഗ്. ഓഷ്യാനിക് പുഡിംഗ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബേസ് ഇളനീരാണ്. ഇളനീർ പൾപ്പും അതുപോലെ തന്നെ ഇളനീരിൽ നിന്ന് കിട്ടുന്ന വെള്ളവും ഒക്കെ ഉപയോഗിച്ച് ഇളനീർ പുഡിംഗ് ഉണ്ടാക്കാറില്ലേ, അതുപോലെ ഇളനീർ പുഡിങ്ങും പിന്നെ സാധാരണ ഉണ്ടാക്കുന്ന മിൽക്ക് പുഡിങ്ങും ഒക്കെ ചേർത്ത് ആണ് ഈ ഒരു ഓഷ്യാനിക് പുഡിംഗ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ രണ്ടിൻ്റെയും കോമ്പിനേഷനാണ് ഓഷ്യാനിക് പുഡിംഗ്. കാണാൻ നല്ല ഭംഗിയുള്ളതും അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ളതുമായ ഒരു പുഡിംഗാണ് ഓഷ്യാനിക് പുഡിംഗ്. ഇത് നമുക്ക് ഉണ്ടാക്കുന്നത് ഇനി എങ്ങനെയാണെന്ന് നോക്കാം. ഈ പുഡിംഗ് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഇളനീരിൽ നിന്ന് കിട്ടുന്ന വെള്ളവും അതുപോലെ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന പൾപ്പ് ഉണ്ടാവില്ലേ, ഈ പൾപ്പും വേർതിരിച്ച് മാറ്റി വെക്കണം. കൂടാതെ ഈ പൾപ്പ് നന്നായിട്ട് അരച്ചെടുക്കുകയും വേണം. ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ്, അതായത് ഇളനീരിൻ്റെ വെള്ളവും ഈ പൾപ്പ് അരച്ചതുമാണ് പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഈ പുഡിങ്ങിൽ ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഒരു 15 ഗ്രാം ചൈന ഗ്രാസ് ഇളനീർ വെള്ളത്തിൽ കുറച്ച് സമയം സോക്ക് ചെയ്ത് വെക്കുകയും വേണം. ഈ പുഡിങ്ങിൽ 2 ലെയർ ഉണ്ടെന്ന് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. അതിൽ ഒന്നാമത്തെ ലെയറായ മിൽക്ക് പുഡിംഗ് തന്നെ നമുക്ക് ആദ്യം ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു പാനിൽ 1/2 ലിറ്റർ പാലൊഴിക്കണം. പാലൊന്ന് കുറച്ച് ചൂടായി കഴിയുന്ന സമയത്ത്, പാല് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി, അധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഇളനീർ പൾപ്പും അതുപോലെ 1 കപ്പ് പഞ്ചസാരയും ചേർക്കണം. പഞ്ചസാര ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് രണ്ടും പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതിനൊപ്പം തന്നെ മുന്നേ ഇളനീർ വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 15 ഗ്രാം ചൈന ഗ്രാസ് ഇല്ലേ, അതും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് നമുക്ക് മിക്സാക്കി എടുക്കണം. ഇത് നമ്മൾ എത്ര മിക്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു സ്മൂത്തായിട്ട് ഇത് ഒരു ലിക്വിഡായിട്ട് കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. എങ്കിൽ മാത്രമേ പുഡിംഗ് നല്ലൊരു സ്ട്രക്ചറിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഈ പാലൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കാം. അതിനുശേഷം ഒരു പുഡിംഗ് ബൗളിലേക്ക് ഈ ചൂടോടുകൂടി തന്നെ പാല് നമുക്ക് സെറ്റാകാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 1/2 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് സെറ്റായി കിട്ടും. സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ നമ്മൾ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് പുറത്ത് തന്നെ വെച്ചാൽ മതി. ഓഷ്യാനിക് പുഡിംഗ് ആക്കുന്നതിനൊപ്പം ഒരു പന്നാക്കോട്ട മോഡൽ കൂടെ ആക്കിയെടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ കാണുന്ന ഗ്ലാസ് ജാറിലുള്ളതുപോലെ ഉള്ളൊരു പന്നാക്കോട്ടയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത്. അതിന് വേണ്ടിയുള്ള ചില സജ്ജീകരണങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതിനുവേണ്ടി ഒരു ഗ്ലാസ് ചരിച്ച് വെക്കണം. അതിലേക്ക് പാൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ പുഡിങ്ങിന് വേണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചില്ലേ, അതുപോലെ ഈ ഗ്ലാസ്സിലേക്കും കുറച്ച് പാല് നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഗ്ലാസ് ചരിച്ച് വെച്ച് പാലൊഴിച്ച് കൊടുക്കുന്ന സമയത്ത് ചൈന ഗ്രാസൊക്കെ ചേർത്തത് കൊണ്ട് അത് ആ ഒരു സ്റ്റൈലിൽ തന്നെ സെറ്റായിക്കോളും. ഇനി നമുക്ക് ഓഷ്യാനിക് പുഡിങ്ങിൻ്റെ സെക്കൻഡ് ലെയറായ ഇളനീർ പുഡിംഗ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 1/2 ലിറ്റർ ഇളനീർ വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇളനീർ വെള്ളവും അതുപോലെ തന്നെ മിൽക്ക് പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ചേർത്ത ഇളനീരിൻ്റെ പൾപ്പും ഒക്കെ ഈ ഒരു പുഡിങ്ങിൽ വരുന്നത് കൊണ്ട് തന്നെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയിരിക്കും ഓഷ്യാനിക് പുഡിംഗ്. ഇളനീർ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 10 ഗ്രാം ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കാം. ഒന്നുകിൽ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചതാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് മെൽറ്റ് ചെയ്ത് കിട്ടും. അല്ല എങ്കിൽ ഡയറക്റ്റായിട്ട് ഇതിൽ തന്നെ നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കാം.
കൂടാതെ 1/2 കപ്പ് മുതൽ 1 കപ്പ് വരെ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ നമുക്കത് എടുക്കാം. പഞ്ചസാരയും കൂടെ ചേർത്തതിന് ശേഷം എല്ലാം നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ റെഡിയാക്കി ഇതും നമുക്ക് നന്നായിട്ട് അരിച്ചെടുക്കണം. കാരണം പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന പൊടിയും ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യുന്ന സമയത്ത് അത് പൂർണ്ണമായിട്ട് മെൽറ്റ് ആയിട്ടില്ല എങ്കിൽ അതിന് ചെറിയ പാർട്സൊക്കെ ബാക്കിയുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് നന്നായിട്ട് അരിച്ചെടുത്താൽ മാത്രമേ പോവുകയുള്ളൂ. ഇപ്പോൾ ഇത് കണ്ടില്ലേ, അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്ന സമയത്ത് ചൈന ഗ്രാസിൻ്റെ പാർട്സൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റി. ഇല്ല എങ്കിൽ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുന്ന സമയത്ത് അതിന് നല്ലൊരു സ്ട്രക്ചർ കിട്ടില്ല. മിൽക്ക് പുഡിംഗ് ആണെങ്കിലും നമ്മൾ ഇളനീർ പുഡിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള പുഡിംഗ് ആണെങ്കിലും ചൈന ഗ്രാസും പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു ലിക്വിഡ് നമ്മൾ എന്തായാലും അരിച്ചെടുത്തതിന് ശേഷം മാത്രമേ പുഡിംഗ് ഉണ്ടാക്കാൻ പാടുള്ളൂ. ഇനി ഇതിൽ നമുക്ക് ബ്ലൂ കളർ കൂടെ ആഡ് ചെയ്യാം. കളർ ശരിക്കും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ പേര് തന്നെ ഓഷ്യാനിക് പുഡിംഗ് എന്നാണ്. അപ്പോൾ അതിനൊരു ആപ്റ്റായിട്ട് അങ്ങനെ യോജിക്കുന്ന തരത്തിലുള്ള ഒരു കളർ ചേർത്തു, അത്രയേ ഉള്ളൂ. കളർ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലൊരു ഭംഗിയും കിട്ടും. അപ്പോൾ അതിനു വേണ്ടി വളരെ കുറഞ്ഞ അളവിൽ നമുക്ക് ബ്ലൂ കളർ ഇതിൽ ആഡ് ചെയ്യാം. നേരത്തെ റെഡിയാക്കാൻ വെച്ചിരിക്കുന്ന ആ മിൽക്ക് പുഡിംഗ് ഇപ്പോൾ നന്നായിട്ട് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സെറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മിൽക്ക് പുഡിംഗ് ഇല്ലേ, അതിൻ്റെ മുകളിലേക്ക് ഇത് ആ ചൂടോടുകൂടി തന്നെ നെക്സ്റ്റ് ലെയറായി ഒഴിച്ചു കൊടുക്കാം. നല്ല കെയറോടുകൂടി മാത്രമേ ഈ ഒരു ലിക്വിഡ് ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കാരണം അങ്ങനെയെങ്കിലും മാത്രമേ നല്ലൊരു സ്ട്രക്ചർ ഇതിന് കിട്ടുകയുള്ളൂ. ഇല്ല എങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഓരോരോ ഷേപ്പ് പോലെ വന്നിട്ട് അത് അതിൻ്റെ ഒരു ഭംഗി തന്നെ ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ഇതിൻ്റെ മുകളിൽ നല്ലൊരു ലെയറായിട്ട് ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. കൂടാതെ അതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇളനീരിൻ്റെ പൾപ്പ് കൊണ്ടുണ്ടാക്കിയ അത് കട്ട് ചെയ്തിട്ടുണ്ടാക്കിയ ഫിഷ് പോലെയും സ്റ്റാർ ഫിഷ് പോലെയും ഒക്കെ ഓരോ ഷേപ്പ് ഉണ്ടാക്കിയിട്ട് നമുക്കിതിൻ്റെ മുകളിൽ ഒന്ന് ഒരു അലങ്കാരത്തിന് വേണ്ടി വെച്ചു കൊടുക്കാം. പുഡിംഗ് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇളനീർ പൾപ്പ് കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഒക്കെ വെക്കുന്ന സമയത്ത് ചിലപ്പോൾ പുഡിങ്ങിൻ്റെ ഷേപ്പ് തന്നെ മുകൾ ഭാഗത്ത് മാറിപ്പോവാൻ ചാൻസ് ഉണ്ട്. ആ സമയത്ത് ഇതുപോലെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒന്നുകൂടി ഒഴിച്ചു കൊടുത്ത് ഒരേ ലെവലാക്കി എടുക്കണം. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാ ഭാഗവും ഒരുപോലെ വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഷുഗർ ബോൾസ്. ഈ ഷുഗർ ബോൾസ് സാധാരണയായിട്ട് കേക്കിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഈ ഷുഗർ ബോൾസ് ഇതിൻ്റെ മുകളിലേക്കൂടെ ഒന്ന് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാനും നല്ല ഭംഗിയായിരിക്കും. കഴിക്കുന്നതിനോടൊപ്പം തന്നെ കാണാനും നല്ല ഭംഗിയുള്ള ഒരു ഓഷ്യാനിക് പുഡിംഗ് ഇപ്പോൾ നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്കിനി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. കുറച്ച് മുന്നേ പനാക്കോട്ട പകുതി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ബാക്കി ഭാഗത്ത് ഈ ഒരു ലിക്വിഡ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം മുകൾ ഭാഗത്ത് ഷുഗർ ബോൾസും കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അങ്ങനെ പനാക്കോട്ടയുടെ ആ ഒരു പരിപാടിയും നമുക്കിവിടെ തീർന്നു കിട്ടും. നോക്കി, നല്ല ഭംഗിയുള്ള 2 ലെയർ പുഡിങ്ങായ ഓഷ്യാനിക് പുഡിങ്ങും അതുപോലെ തന്നെ പനാക്കോട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ ആവുന്ന സമയത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു.